E20 പെട്രോളിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടെ ഇന്ത്യയുടെ അയൽരാജ്യമായ ഭൂട്ടാൻ എടുത്ത ഒരു തീരുമാനം ശ്രദ്ധ നേടുകയാണ്. ഇന്ത്യയിൽ നിന്ന് എത്തനോൾ കലർത്തിയ E20 പെട്രോൾ വാങ്ങാൻ ഭൂട്ടാൻ തയ്യാറായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പകരം ഇന്ത്യയിൽ സാധാരണ പെട്രോൾ ലഭിക്കുന്നിടത്തോളം അതുതന്നെ നൽകണമെന്ന് ഭൂട്ടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഭൂട്ടാൻ E20 പെട്രോളിനെ ഇത്രയും സൂക്ഷ്മയോടെ കാണുന്നത്? അത് ഇന്ത്യയിൽ ഉയർന്ന ആശങ്കകളുമായി ബന്ധപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഭൂട്ടാന്റെ സ്വന്തം സാഹചര്യങ്ങളാണോ ഇതിന് കാരണം? ഈ വിഷയത്തെ ലളിതമായി നോക്കാം. ആദ്യം E20 പെട്രോൾ എന്താണെന്ന് മനസ്സിലാക്കാം. E20 എന്നത് 20% എത്തനോളും 80% പെട്രോളും ചേർന്ന ഇന്ധനമാണ്. കരിമ്പ്, ചോളം തുടങ്ങിയ വിളകളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ജൈവ ഇന്ധനമാണ് എത്തനോൾ. പെട്രോളിൽ എത്തനോൾ കലർത്തുന്നതോടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാനും മലിനീകരണം കുറയ്ക്കാനും കഴിയുമെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് E20 ഉപയോഗം രാജ്യത്ത് പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നാൽ എല്ലാ രാജ്യങ്ങളുടെയും സാഹചര്യങ്ങൾ ഒരുപോലെയല്ല. ഇന്ത്യക്ക് അനുയോജ്യമായ ഒരു പദ്ധതി മറ്റൊരു രാജ്യത്തിന് അനുയോജ്യമാകണമെന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭൂട്ടാൻ. ഭൂട്ടാന്റെ ഏറ്റവും വലിയ ആശങ്ക അവരുടെ ഇന്ധന സംഭരണ സംവിധാനമാണ്. രാജ്യത്തെ പല ഇന്ധന ടാങ്കറുകളും വർഷങ്ങളായി ഉപയോഗിക്കുന്ന പഴയ ഭൂഗർഭ ടാങ്കറുകളുമാണ്. ഇവയിൽ ചിലപ്പോൾ വെള്ളം കയറാനുള്ള സാധ്യതയുമുണ്ട്. സാധാരണ പെട്രോളിനേക്കാൾ എത്തനോൾ കലർന്ന പെട്രോൾ വെള്ളവുമായി എളുപ്പത്തിൽ പ്രതികരിക്കും. ആയതിനാൽ ടാങ്കിനുള്ളിൽ ചെറിയ അളവിൽ പോലും വെള്ളം എത്തിയാൽ ഇന്ധനത്തിന്റെ ഗുണനിലവാരം കുറയാം. എത്തനോളിന്റെ ഒരു പ്രത്യേകത സ്വഭാവം അതിന്റെ വായുവിൽ നിന്നുള്ള ഈർപ്പം വലിച്ചെടുക്കാൻ കഴിയുമെന്നതാണ്. അതായത് ഈർപ്പം കൂടുതലുള്ള സ്ഥലങ്ങളിൽ എത്തനോൾ കലർന്ന ഇന്ധനം വേഗത്തിൽ വെള്ളം ആഗീകരണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ധനക്കേടുണ്ടാക്കാനും പിന്നീട് വാഹനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കാനും ഇടയാക്കും. ഭൂട്ടാന്റെ ഭൂപ്രകൃതിയും മറ്റൊരു പ്രധാന കാരണമാണ്. ഭൂട്ടാൻ ഒരു മലനാടാണ്. അവിടെയുള്ള റോഡുകളിൽ കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ധാരാളമുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ വാഹനങ്ങൾക്ക് എപ്പോഴും നല്ല കരുത്തും സ്ഥിരതയുള്ള പ്രകടനവും ആവശ്യമാണ്. E20 പെട്രോൾ ഈ സാഹചര്യത്തിൽ പ്രതീക്ഷ രീതിയിൽ പ്രവർത്തിക്കുമോ എന്ന കാര്യത്തിൽ ഭൂട്ടാൻ ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ട്. ഇന്ത്യയിലും E20 പെട്രോളിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് 2023 മുമ്പ് നിർമ്മിച്ച ചില വാഹനങ്ങളുടെ ഉടമകൾക്ക് ചില ആശങ്കകളുണ്ട്. ചിലർ പറയുന്നത് E20 ഉപയോഗിച്ചാൽ മൈലേജ് കുറയുന്നു എന്നും വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി ചെലവ് കൂടുന്നു എന്നുമാണ്. ചിലർ എഞ്ചിനിൽ കൂടുതൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടെന്നും പരാതിയുണ്ട്. അതേസമയം സർക്കാർ പറയുന്നത് E20 ഉപയോഗിക്കുമ്പോൾ മൈലേജിൽ ചെറിയ കുറവ് ഉണ്ടായേക്കാമെങ്കിലും എഞ്ചിന്റെ പ്രവർത്തനവും വാഹനത്തിന്റെ വേഗമെടുക്കുന്ന കഴിവും മെച്ചപ്പെടുമെന്നാണ്. ആയതിനാൽ E20 കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായ ഒരു മാർഗമാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഭൂട്ടാനെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ആ രാജ്യം സ്വന്തം ആവശ്യത്തിനുള്ള ഇന്ധനം കൂടുതലായാലും ഇന്ത്യയിൽ നിന്നാണ് വാങ്ങുന്നത്. ആയതിനാൽ ഇന്ത്യയിൽ പെട്രോളിന്റെ ഘടന മാറിയാൽ അതിന്റെ സ്വാധീനം നേരിട്ട് ഭൂട്ടാനിലും ഉണ്ടാകും. ഇപ്പോൾ ഭൂട്ടാൻ ഇന്ത്യയിൽ നിന്ന് ഉയർന്ന നിലവാരമുള്ള കയറ്റുമതി ഗ്രേഡ് പെട്രോളും ഡീസലുമാണ് വാങ്ങുന്നത്. എന്നാൽ എത്തനോൾ കലർന്ന പെട്രോൾ സംഭരിക്കാൻ അവരുടെ ഇപ്പോഴത്തെ സംവിധാനങ്ങൾ പൂർണ്ണമായും അനുയോജ്യമല്ല എന്നാണ് അവിടുത്തെ അധികൃതർ പറയുന്നത്. പഴയ സ്റ്റീൽ ടാങ്കുകളിലും പൈപ്പ് ലൈനുകളിലും വെള്ളമുണ്ടെങ്കിൽ എത്തനോൾ കലർന്ന ഇന്ധനം കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. ഇത് ലോഹഭാഗങ്ങളിൽ തുരുമ്പുണ്ടാക്കാനുള്ള സാധ്യത കൂടും. ദീർഘകാലം ഇങ്ങനെ സംഭവിച്ചാൽ ഇന്ധനത്തിന്റെ ഗുണനിലവാരവും വാഹനങ്ങളുടെ എഞ്ചിനുകളും ബാധിക്കും. ഇതിനൊപ്പം ഭൂട്ടാനിലെ പല ഇന്ധന ഡിപ്പോകളും ഉയർന്ന ആർദ്രതയുള്ള മലപ്രദേശങ്ങളാണ്. അവിടെ ടാങ്കിനുള്ളിൽ ഈർപ്പം രൂപപ്പെടുന്നത് തടയുക വളരെ പ്രയാസമാണ്. ആയതിനാൽ E20 പോലുള്ള ഇന്ധനം സുരക്ഷിതമായി സംഭരിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണെന്നാണ് ഭൂട്ടാൻ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ഭാവിയിൽ ഇന്ത്യ എത്തനോളിന്റെ അളവ് വീണ്ടും വർദ്ധിപ്പിക്കുമോ, പൂർണ്ണമായും എത്തനോൾ അധിഷ്ഠിത ഇന്ധനത്തിലേക്ക് മാറുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കണമെന്ന് ഭൂട്ടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം പുതിയതും ചോർച്ചയുമില്ലാത്തതുമായ ഇന്ധന ടാങ്കുകൾ ഒരുക്കാനും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ ഇന്ത്യയിൽ E20 നയത്തെക്കുറിച്ചും വലിയ ചർച്ചകൾ നടന്നു. സുപ്രീം കോടതിയിൽ നടന്ന ഒരു കേസിന്റെ വാദത്തിനിടെ E20 നയം ഇപ്പോഴും വിലയിരുത്തുന്ന ഘട്ടത്തിലാണെന്നും അതിന്റെ യാഥാർത്ഥ്യ ഫലങ്ങൾ പിന്നീട് കൂടുതൽ വ്യക്തമായേക്കാമെന്നുമുള്ള പരാമർശങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടന്നു. അതേസമയം ഇന്ത്യ ഇതിനകം തന്നെ 25% എത്തനോൾ കലർന്ന E25 പെട്രോളിന്റെ പരീക്ഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഭാവിയിൽ എത്തനോളിന്റെ ഉപയോഗം കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം E20 പെട്രോൾ അബദ്ധത്തിൽ ഭൂട്ടാനിലേക്ക് എത്തുകയാണെങ്കിൽ പോലും അത് തിരിച്ചറിയാൻ എളുപ്പമാണെന്നും പറയും. കാരണം ഇന്ധനത്തിൽ വെള്ളം കലർന്നാൽ അതിന്റെ നിറത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ധനത്തിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടുന്നതിന്റെ സൂചനയായിരിക്കും. ഭൂട്ടാന്റെ തീരുമാനം ഇന്ത്യയുടെ E20 പദ്ധതിക്കെതിരായ ഒരു രാഷ്ട്രീയ നിലപാടല്ല. അവരുടെ ഭൂശാസ്ത്രം, കാലാവസ്ഥ, പഴയ ഇന്ധന സംഭരണ സംവിധാനം എന്നിവ കണക്കിലെടുത്തുള്ള ഒരു പ്രായോഗിക തീരുമാനമാണത്. ഓരോ രാജ്യത്തിന്റെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായതിനാൽ ഓരോ ഇന്ധന നയം എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമാകണമെന്നില്ല. പരിസ്ഥിതി സംരക്ഷണവും ശുദ്ധമായ ഊർജ്ജവും ലക്ഷ്യമിടുന്നത് അത്യാവശ്യമാണ്. എന്നാൽ പുതിയ ഇന്ധന രീതികൾ നടപ്പാക്കുമ്പോൾ വാഹനങ്ങൾ, സംഭരണ സൗകര്യങ്ങൾ, പ്രാദേശിക സാഹചര്യങ്ങൾ എന്നിവയും ഒരുപോലെ പരിഗണിക്കേണ്ടതാണ്. ഭൂട്ടാന്റെ ഈ നിലപാട് അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.